Hello guys, welcome back to another video. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഇൻ്റർസെപ്റ്റർ 650യുടെ മൈലേജ് ടെസ്റ്റ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്നത് 25 to 28 കിലോമീറ്റർ മൈലേജ് റേഞ്ച് നമ്മൾ ഇൻ്റർസെപ്റ്റർ 650ക്ക് കിട്ടുന്നതാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. അപ്പോൾ നമ്മൾ ഡെയിലി പർപ്പസ് യൂസിൽ നമുക്ക് എത്രത്തോളം മൈലേജ് നമുക്ക് ഇൻ്റർസെപ്റ്റർ 650 തരുന്നുണ്ട്, അതായത് നമ്മൾ സിറ്റി റൈഡ് കണ്ടീഷനിൽ നമ്മളിപ്പോൾ ഗിയർ ചേഞ്ചിങ്ങിനും അതേപോലെ നമ്മൾ ചിലപ്പോൾ ആക്സിലേറ്റർ കുറച്ച് അധികം കൊടുത്തിട്ട് റാഷായിട്ട് എടുത്ത് പോകുന്ന അങ്ങനെ നോർമൽ ഡ്രൈവിങ്ങിൽ നമുക്ക് എത്ര മൈലേജ് നമുക്ക് വണ്ടി തരുന്നുണ്ട്, കമ്പനി ക്ലെയിം ചെയ്തതിനാട്ടിലും കൂടുതൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടോ അതോ അതിനാട്ടിലും കുറവാണ് മൈലേജ് കിട്ടുന്നത് എന്നുള്ളൊരു ടെസ്റ്റ് റിവ്യൂ ആണ് ഒരു മൈലേജ് ടെസ്റ്റ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. 1 ലിറ്റർ പെട്രോൾ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പം ടാങ്ക് ഫുൾ നമ്മൾ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് ട്രിപ്പ് 0ക്ക് ഇട്ടിട്ട് നമ്മൾ എത്ര മൈലേജ് കിട്ടുന്നുള്ള ചെക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. അത് നമ്മളെ വണ്ടിയുടെ പെട്രോൾ അങ്ങനെ തീർന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളെ വണ്ടിയുടെ ടാങ്ക് ഇപ്പോൾ എംറ്റി ആയി കിടക്കുകയാണ്. ഇപ്പോൾ വണ്ടിയിൽ പെട്രോൾ ഒന്നുമില്ല. നമ്മളിപ്പോൾ നേരത്തെ അടിച്ചു നോക്കി ഫുൾ എംറ്റി ആയി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ എടുത്തു വെച്ച 1 ലിറ്റർ പെട്രോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇതിലോട്ട് ഒഴിക്കാം. ഗൈസ് ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന 1 ലിറ്റർ പെട്രോൾ. ഇതിപ്പം 82 രൂപയും 5 പൈസയും അങ്ങനെ എന്തോ ആണ് ഇപ്പം 1 ലിറ്റർ പെട്രോളിന് വരുന്നത്. ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 13.80 ലിറ്റർ കപ്പാസിറ്റിയാണ് നമുക്ക് ഈ ടാങ്കിന് വരുന്നത്. അപ്പോൾ നമുക്ക് 2 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈലേജ് ചെക്ക് ചെയ്യാം. ഒന്ന് ടാങ്ക് കാലിയാക്കിയിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ബഡ്ജറ്റ് രീതിയിൽ ചെക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ടാങ്ക് കാലിയാക്കിയിട്ട് 1 ലിറ്റർ എണ്ണ ഒഴിക്കുക, ട്രിപ്പ് 0ക്ക് ഇടുക, എന്നിട്ട് വണ്ടി ഓഫ് ആവുന്നവരെ എത്ര ഓടുന്നു അതാണ് വണ്ടിൻ്റെ കിലോമീറ്റർ മൈലേജ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുക. അപ്പോൾ ഇത്ര ലിറ്റർ എന്ന് അറിയല്ലോ, അതേ ഡിവൈഡർ ബൈ വണ്ടി ഓടിയ എത്ര കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കിയാൽ അങ്ങനെയും നമുക്ക് നോക്കാം. അത് ഏതായാലും എന്ത് ചെയ്യുക, 1 ലിറ്റർ പെട്രോൾ നമുക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ 1 ലിറ്റർ പെട്രോൾ നമ്മളിവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ട്രിപ്പ് ചെയ്യാണ്ട് ട്രിപ്പ് ബി ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് ചെയ്യാൻ 0 ആക്കിയിടാം. ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ട്രിപ്പ് ബിയും 0 ആക്കിയിടാം. യെസ്, അപ്പോൾ നമ്മൾ ട്രിപ്പ് എയും ട്രിപ്പ് ബിയും 0 ആയി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ 1 ലിറ്റർ പെട്രോളിൽ നമുക്ക് നമ്മളെ ഇൻ്റർസെപ്റ്റർ 650 എത്രത്തോളം മൈലേജ് ലഭിക്കുന്നുണ്ട് നമുക്ക് നോക്കാം. എക്സ്പോസ്റ്റ് മാരക എക്സ്പോസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. റെഡ് റൂസ്റ്റർ ട്വിൻ നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടിയുടെ പെട്രോൾ അങ്ങനെ അവസാനം തീർന്നിരിക്കുകയാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പെട്രോൾ നല്ല രീതിക്ക് എംറ്റിയാണ്. നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. 21.3 കിലോമീറ്ററാണ് ഇപ്പം ഞാൻ ഓടിച്ച ഈ ഇൻ്റർസെപ്റ്ററിന് കിട്ടിയ മൈലേജ്. കണ്ടോ, ട്രിപ്പ് എയും ട്രിപ്പ് ബിയും സെയിം. അതാണ് ഞാൻ നേരത്തെ 0 ആക്കി വെച്ചത്. അപ്പം 21.3 കിലോമീറ്ററാണ് നമ്മുടെ ഇൻ്റർസെപ്റ്ററിന് നമുക്കിപ്പോൾ കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞാൽ. 25-28 കമ്പനി ഓഫർ ചെയ്യുന്ന നേരത്തെ 21.3 നമ്മൾ ഡെയിലി പർപ്പസ് റൈഡിൻ്റെ മൈലേജ് കിട്ടുക എന്നുള്ളത് അത്രയ്ക്ക് മോശപ്പെട്ട കാര്യമൊന്നുമല്ല. എന്നിരുന്നാലും ഞാൻ നല്ല അടിപൊളി ഫാസ്റ്റിൽ തന്നെ അത്യാവശ്യം 6,000 to 7,000 RPM ഞാൻ റേവ് ചെയ്ത് മാക്സിമം നല്ല രീതിക്ക് പവർ കൊടുത്തിട്ട് തന്നെ വണ്ടി ഓടിച്ചിട്ടുള്ളത്. അതേപോലെ ഞാൻ മെല്ലെ ഓടിച്ചിട്ടുണ്ട്, പവർ കൊടുത്തിട്ടുണ്ട്. ഓവർടേക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ അത്യാവശ്യം പവർ കൊടുത്ത് ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. എന്നിങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഡെയിലി പർപ്പസിന് ഉപയോഗിക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 21.3 മൈലേജാണ് ഇപ്പോൾ നമുക്ക് ഡെയിലി പർപ്പസ് റൈഡിന് നമുക്കിപ്പോൾ കിട്ടിയത്. 2 സിലിണ്ടർ 650cc 47 bhp എഞ്ചിനിൽ നിന്നും നമുക്ക് 21.3 മൈലേജ് എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട മൈലേജൊന്നുമല്ല. എന്നിരുന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഇൻ്റർസെപ്റ്റർ 650യുടെ ഞാൻ ഓടിച്ചപ്പോൾ ഇൻ്റർസെപ്റ്റർ 650 മൈലേജ് എന്ന് പറഞ്ഞാൽ 21.3 കിലോമീറ്ററാണ്.